നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ ആ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് തത്സമയ ദൃശ്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമായി അഖിൽ കൂടി നമ്മളോടൊപ്പം ചേരും. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് നേരെ അവിടേക്ക് പോകാം. അവിടെ അഖിൽ TS തയ്യാറായിട്ടുണ്ട്. അഖിൽ തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അഖിൽ, എന്തായാലും ആ വലിയ ഉത്സവ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യ ഒരു ദിവസം മാത്രം പ്രവേശനമുള്ള, അതെ പറയൂ അഖിൽ, അവിടെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷകരമായ വിവരങ്ങൾ? തീർച്ചയായും ഇടുക്കി ജില്ലയുടെ കുമളി തമിഴ്നാട് അതിർത്തിയിലുള്ള, കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി എന്ന് പറയുന്നത്. ഈ കണ്ണകി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അതും കാടിന് നടുവിലാണ്. വനം വകുപ്പിൻ്റെ കർശന നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. മറ്റാർക്കും തന്നെ ഇങ്ങോട്ട് ഈ വർഷത്തിൽ ഒരു ദിവസമല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് എന്നുള്ളതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്സവം കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം തുറക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ കൊല്ലവും എത്തിച്ചേരുന്നു. ഇപ്പോൾ രാവിലെ 7 മണി സമയമായതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജനങ്ങളുടെ തിരക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനുണ്ട്. കുമളിയിൽ നിന്നും 13 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വാഹനത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. 6.5 കിലോമീറ്റർ കാൽനടയായോ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ വനത്തിനുള്ളിലൂടെ കാടും മലകളും താണ്ടി എത്തുന്ന ഒരു ക്ഷേത്രമാണ് മംഗളാദേവി എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ ഓരോ വർഷവും ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, കാടിന് ഇഷ്ടപ്പെടുന്ന വലിയ രീതിയിലുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ കണ്ണകി പ്രതിഷ്ഠയാണ്. ചിലപ്പതികാരത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് മധുരാനഗരം എരിച്ചെത്തിയ കണ്ണകി വൈഗാനദിയുടെ തീരത്തൂടെ ഇവിടെ എത്തി ഇവിടെ തങ്ങിയെന്നാണ് ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ അതിൻ്റെ ഓർമ്മയ്ക്കായാണ് കല്ലുകൾ അടുക്കി വെച്ച്, സിമെൻറ്റുകളോ ഒന്നുമില്ലാതെ കല്ലുകൾ അടുക്കി വെച്ച് ഇവിടെ ക്ഷേത്രം പണിതത്. അത്തരത്തിൽ അതിപുരാതനമായ 2000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ആ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവം മേടമാസത്തിലെ ചിത്രാ പൗർണമി ദിവസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുക. ആ ഒരു ഉത്സവത്തിന് ആ ഒരു ദിവസം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. വനത്തിലൂടെ ഇങ്ങോട്ട് കയറാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ്. 10,000-കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് ഓരോ ചിത്രാ പൗർണമി ദിവസത്തിലും എത്തിച്ചേരുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുമളി ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നാണ് ഭക്തജനങ്ങൾക്ക് അങ്ങോട്ടുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയും. തമിഴ്നാട്ടിൽ നിന്ന് കാൽനടയായി എത്തിച്ചേരാൻ കഴിയും. ഇവിടെ വാഹനത്തിൽ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ നിരവധിയായ ഭക്തർ കാൽനടയായും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. സിന്ദൂരി. ശരി അഖിൽ പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. വളരെ വലിയൊരു ആൾക്കൂട്ടം കാണുന്നുണ്ട് അവിടെ. അതിനോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു ഉത്സവം എന്നതിനോടൊപ്പം തന്നെ അത് വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ ഇടങ്ങളിലുമുള്ളവർ, കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും ഒരുമിച്ച് ആ ക്ഷേത്രത്തിൽ എത്തുന്നു. അതൊരു ആചാരം എന്നതിനേക്കാൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാമൂഹികമായ കൂടിച്ചേരലായിട്ട് കൂടി വേണം നമുക്കതിനെ കാണുവാൻ.